എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പൈശാചിക കർമ്മം നടത്തിയ, അതായത് നിരപരാധികളായ 28ഓളം ഹിന്ദു ടൂറിസ്റ്റുകളെ അവർ ഹിന്ദുക്കളാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ ഇസ്ലാമിക് ജിഹാദികൾ കൊലപ്പെടുത്തുന്നത്. അത് പാകിസ്ഥാന് പിന്തുണ ഉണ്ട് എന്ന വ്യക്തമായ തെളിവുകൾ ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ രാജ്യത്തെ ജനങ്ങൾ മൊത്തം ഉറ്റുനോക്കിയാണ് പാകിസ്ഥാൻ എങ്ങനെ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2 ഫേസ് ആയിട്ടാണ്. അതിലെ ഫസ്റ്റ് ഫേസ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ഈ സിന്ധു നദീതട കരാറുണ്ടല്ലോ, അത് എന്താ പറയുക, അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ ആണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഒരു നദി എന്താ പറയുക, ഒരു അണക്കെട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടോ ഒരു ഡാം ബ്ലോക്ക് ചെയ്തുകൊണ്ടോ എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യ പണി കൊടുക്കുന്ന എന്ന തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ അവിടുത്തെ പാകിസ്ഥാനിലെ കർഷകർ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ GDPയുടെ 80% ഈ ഗോതമ്പ്, ചോളം അതുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ GDP പോലും നിലനിൽക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കർഷകർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ കൃഷിയൊക്കെ നശിച്ചു പോകും. അപ്പോൾ എന്താ ഉണ്ടാകുമ്പോൾ ഈ കർഷകർക്ക് പാകിസ്ഥാൻ ഗവൺമെൻറ് ഇത് തിരിയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് വെരി ഹൈ ആണ്. ചില ആൾക്കാർ തമാശ രൂപേണ പറയുന്നുണ്ടായിരുന്നു, ഒരു മോദി ഒരു ഡാം ബ്ലോക്ക് ചെയ്താൽ പാകിസ്ഥാൻ എന്താ ഉണ്ടാകുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടു. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് വെരി ഹൈ ആണ്. ഞാൻ പറഞ്ഞ മാതിരി 80% GDP ഈ കർഷകരിൽ നിന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു ഫേസ്. സെക്കൻഡ് ഫേസ്, ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതായത് ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്ന് വെച്ചാൽ ഇസ്രായേൽ സ്വീകരിച്ച അതേ നടപടിയാണ്. അതായത് സൈനിക ഓപ്പറേഷൻ. അത് ഫസ്റ്റ് നടന്നത് ഡിപ്ലോമാറ്റിക് ഉള്ള ഒരു ഓപ്പറേഷനാണ്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനിക ഓപ്പറേഷൻ. ആ സൈനിക ഓപ്പറേഷൻ ഇന്ത്യ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഇസ്രായേൽ ചെയ്ത അതേ നടപടി. ഇസ്രായേൽ എന്താ ചെയ്തത് അത് ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഈ ഹമാസ് ഉണ്ടല്ലോ, ഈ ഹമാസും പലസ്തീനുമായ വിഷയത്തിൽ കുറേ വർഷങ്ങളായി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പലസ്തീനും ഹമാസിനെയൊക്കെ ഉപയോഗിച്ചിട്ട് ഇസ്രായേൽ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ ഹമാസിന് വേണ്ടിയിട്ട് ആയുധങ്ങളും കാശും അതും ഇതും എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇറാനായിരുന്നു. അപ്പോൾ ഇറാൻ്റെ സൈനികർ തലപ്പത്തിരിക്കുന്ന ചില ആൾക്കാരായിരുന്നു. ഏകദേശം 10-25 പേരടങ്ങുന്ന സംഘമായിരുന്നു ഈ ഹമാസിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇറാനായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് മൊസാദ് പൊക്കി. അപ്പോൾ മൊസാദ് പൊക്കിയതിന് ശേഷം അവർ മൊത്തം പ്ലാൻ ചെയ്തു. അതായത് ഇനി സൈനിക നടപടിയിലൂടെ ഇറാനെ നേരിടുന്ന അത്ര ബുദ്ധിയല്ല. പക്ഷേ അവർക്ക് എന്താ പറയുക, ചെല്ലും ചെലവും കൊടുത്ത് അതിൻ്റെ എല്ലാ സ്രോതസ്സും അതിൻ്റെ തായ്വേര ഇറക്കാന്ന് പറഞ്ഞില്ലേ, തായ്വേര ഇറത്ത് കഴിഞ്ഞാൽ മൊത്തം ആ വൃക്ഷം അങ്ങ് പോകും. അപ്പോൾ അതായിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തത് ഇസ്രായേൽ. അപ്പോൾ അതേ നടപടി തന്നെയാണ് എന്താ പറയുക ഇവിടെയും ഇന്ത്യ പ്രയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ ചെയ്ത് എന്താണ്, ഓരോ 25 പേരടങ്ങുന്ന സൈനിക തലവന്മാരെ ഓരോ ഘട്ടത്തിലായിട്ട് ഓരോ മാസമായിട്ട് ഓരോ സൈനിക തലവന്മാരെ വധിച്ചു. അവർ ഏത് മാളത്തിൽ പോയി ഒളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഇസ്രായേൽ പൊക്കി തട്ടിയിരിക്കും. നമുക്കറിയാം ഇവിടെ പേജർ ആക്രമണമൊക്കെ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ പേജർ ആക്രമണമൊക്കെ ഉണ്ടല്ലോ. ഈ പേജർ ആക്രമണത്തിൽ എന്താ സംഭവിച്ചത്, ഈ തീവ്രവാദികൾ, ഇസ്ലാമിക് ജിഹാദികൾ, ഹമാസോടികൾ മാത്രമാണ് ഈ പേജറൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേജറൊക്കെ പൊട്ടിത്തെറിച്ച് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റ് കുറേ ആൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് മൊസാദിൻ്റെ കളി അവിടെയാണ്. അവർക്കെല്ലാം അറിയാം. അവരെന്താ പറയുക, പല സ്പൈ സോഫ്റ്റ്വെയർസും ഈ പെഗാസസ് പോലുള്ള സ്പൈ സോഫ്റ്റ്വെയർസൊക്കെ ഉപയോഗിച്ചിട്ട് ഇവന്മാരെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരെയും ഓരോ മാസം അല്ലെങ്കിൽ 2 മാസത്തെ ഇടവേളകളിൽ ഈ 25 സൈനിക തലവന്മാരെ വധിച്ചു. അതിനുശേഷം ഈ ഹമാസിന് എന്താ സംഭവിച്ചത്, ഹമാസിന് പണം എത്തുന്നില്ല, ആയുധം എത്തുന്നില്ല, മൊത്തത്തിൽ പെട്ടൊരവസ്ഥയായി, ഖത്തറിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഹമാസ് പോയി. അപ്പോൾ എന്താ പറയുക, ഒക്ടോബർ 7 അറ്റാക്കിന് ശേഷം ഈ ഇസ്രായേൽ അങ്ങ് കയറി മേഞ്ഞു കൊടുത്തു. ഇപ്പോൾ എന്താ അവസ്ഥ, ഒന്നുമില്ലാത്ത അവസ്ഥയായി. ഹമാസിനെ എന്താ പറയുക പരിപൂർണമായി ഇസ്രായേലിന് തുടച്ചു നീക്കി ആ ഗാസ, വെസ്റ്റ് ബാങ്ക് ഇതൊക്കെ എന്താ പറയുക ഇസ്രായേൽ പൂർണ്ണ ആധിപത്യം നേടി. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രാറ്റജി തന്നെയാണ് ഇന്ത്യ ഇവിടെയും പ്രയോഗിക്കാൻ പോകുന്നത്. അതായത് നേരത്തെ പറഞ്ഞ മാതിരി ഇസ്രായേൽ എന്താണ് സംഭവിച്ചത്, അതായത് ഇറാനിയൻസ് ഹമാസിൻ്റെ ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ ഹമാസിൻ്റെ ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അവർക്ക് വേണ്ടി എല്ലാം സഹായം ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ കാശ്മീരും പാകിസ്ഥാനും തമ്മിൽ എന്താ പറയുക, ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു പ്രശ്നത്തിൽ കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനിലെ സൈനിക തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഏകദേശം 100-120ഓളം പേരുണ്ട്. ചിലവർ റിട്ടയർഡായി, ചിലവർ ഇപ്പോഴും സൈനിക സേവനം എന്താ പറയുക VRS എടുത്ത് പോയി, ചിലവർ ഇപ്പോഴും ഓൾറെഡി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ഈ തീവ്രവാദികൾക്ക് വേണ്ടി ട്രെയിനിങ് നൽകുന്നതും ഇന്ത്യൻ സൈന്യത്തിനെ കൊല്ലാൻ പോകുന്നതും ഇന്ത്യൻ സൈന്യത്തിനെതിരെ എന്താ പറയണ്ടേ ഒരു ഇന്ത്യയിൽ ഓരോ ആക്രമണം ഇത് പദ്ധതി ചെയ്യുന്നതൊക്കെ ഇവർ ട്രെയിൻ ചെയ്ത് വിടുന്ന ഓരോ ആൾക്കാർ എന്താ പറയണ്ടേ ഇവരായിരുന്നു. അപ്പോൾ ഈ തായ്വേരർക്ക ഇസ്രായേൽ ചെയ്ത അതേ നടപടി ഇന്ത്യയും ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം എന്താണ് ഡൽഹിയിൽ കുറച്ച് ഇസ്രായേലി ഡെലിഗേറ്റ്സ് വന്നിരുന്നില്ലേ. അപ്പോൾ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അവർ ഇസ്രായേൽ ഡെലിഗേറ്റ്സ് അല്ല, അവർ മൊസാദിൻ്റെ ആൾക്കാർ ആണെന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ എന്താ പറയണ്ടേ ഇതേ ഓപ്പറേഷൻ ഇസ്രായേൽ ചെയ്ത അതേ ഓപ്പറേഷൻ ഇവിടെയും നടക്കാൻ പോവുകയാണ്. പാകിസ്ഥാൻ സൈനികരെ കൊന്നൊടുക്കും. ഓരോ മാസം ഈ അജ്ഞാതന്മാർ ഓരോ ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നില്ലേ, ഓരോരാളെ കൊല്ലുന്നില്ലേ. അതുമാതിരി ഈ പാകിസ്ഥാൻ്റെ സൈനിക തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഈ തീവ്രവാദികൾക്ക് ചെല്ലും ചെലവും കൊടുത്തും അവർക്ക് ട്രെയിനിങ് നൽകുന്ന ആൾക്കാരെ തട്ടാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം.
അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അവരെ തീവ്രവാദത്തിന് ശരിയായ താഴ്വരയിറക്കും. അപ്പോൾ ഇവരൊക്കെയാണ് എന്താ പറയുക ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് അങ്ങനെയുള്ള തീവ്രവാദ ഔട്ട്ഫിറ്റായിട്ട് എന്താ പറയുക നല്ലൊരു ആൾക്കാർ എന്താ പറയുക തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്, ലോകത്തിൻ്റെ പല സ്ഥലത്തും തീവ്രവാദ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്ത് വിടുന്ന ഇവരൊക്കെയാണ്. അപ്പോൾ ഇവരും ഈ പാകിസ്ഥാൻ ആർമി ഒഫീഷ്യൽസും ഒക്കെ ഈ തീവ്രവാദ സംഘടനയുമായിട്ട് നല്ല ബന്ധമാണ്. നമുക്കൊരു പാകിസ്ഥാനിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലഷ്കർ ഇ തൊയ്ബയുണ്ട്, ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്, അങ്ങനെയുള്ള പല പല തീവ്രവാദി ഔട്ട്ഫിറ്റുകളും അവിടെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൈനികരല്ലാന്നേ ഉള്ളൂ. അവർ പ്രത്യേകിച്ച് സൈനിക യൂണിഫോം ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഒരു റാഡിക്കൽ മുസ്ലിംസാണ്. അവർ ചാകാൻ തയ്യാറായി നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്താ പറയുക സൈന്യം ഒന്നും ചെയ്യില്ല. പക്ഷേ ഇവരെ കൊണ്ട് സൈന്യം ശരിക്കും ഈ തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ച് സൈന്യം പല പല കാര്യങ്ങളും നടത്തുന്നു. ഇന്ത്യക്കെതിരെ ഓരോ ഓപ്പറേഷൻസ് ലോകത്ത് പല സ്ഥലത്തും സ്ഫോടനം നടത്തുന്ന ഇവരൊക്കെ ആയിരിക്കും. പക്ഷേ സൈന്യത്തിൻ്റെ ആൾക്കാരൊന്നും ചെയ്യില്ല. ഇവരെ ട്രെയിൻ ചെയ്ത് വിടലാണ് സൈന്യത്തിൻ്റെ പണി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഈ രണ്ട് തീവ്രവാദ സംഘടനകൾക്കും പാകിസ്ഥാൻ സൈന്യത്തിൽ നേരിട്ട് അവർക്ക് എന്താ പറയുക ഒഫീഷ്യലി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ അവരെന്താ പറയുക ഇൻഡയറക്റ്റായിട്ട് ഒരു സൈന്യം എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുവരെ പാകിസ്ഥാനിലെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തീവ്രവാദികളെ വെച്ചിട്ടാണ്, ഈ തീവ്രവാദ സംഘടനകളെ വെച്ചിട്ടാണ് പാകിസ്ഥാൻ കളിക്കുന്നത്. പക്ഷേ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ ആൾക്കാർക്ക് ഇതൊരു ഡാമേജ് ഉണ്ടായിട്ടില്ല. ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ കളി മാറും. അവിടെയാണ് ആ പോയിന്റിലാണ് ഇന്ത്യ ടാപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരെന്താണ് മൊത്തം പണി പാടും. പിന്നെ അവർക്ക് തീവ്രവാദികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടൊക്കെ നിർത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ ഇസ്രായേൽ ചെയ്ത അതേ സ്ട്രാറ്റജി ഇവിടെയും പ്രയോഗിക്കാൻ പോവാണ്. എങ്ങനെ എന്താ പറയുക തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരെ, സൈനിക തലവന്മാരെ ഒന്നൊന്നായിട്ട് ഇന്ത്യ ഇനി തീർക്കും. അതിൽ ഒരു സംശയമില്ല. നേരത്തെ പറഞ്ഞ മാതിരി രണ്ട് ഫേസാണ്. ഒരു ഫേസ് ഈ എന്താ പറയുക ഈ ജലം അങ്ങോട്ട് ഒഴുകുന്ന നദിയുടെ ആ കരാർ റദ്ദ് ചെയ്തു. ഇനി അവർ പട്ടിണി കൊണ്ട് ചാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടുത്തെ കർഷകരൊക്കെ പാകിസ്ഥാനിലെ സർക്കാരിനെ എന്താ പറയുക ബംഗ്ലാദേശിൽ സംഭവിച്ച സംഭവം പാകിസ്ഥാനിലും സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല, ആ കർഷക പ്രക്ഷോഭമൊക്കെ ആയിട്ട്. അപ്പോൾ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ചെയ്ത നടപടി സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക, അതുവഴി സർക്കാരിനും പാകിസ്ഥാൻ ആർമിയും സർക്കാരും തമ്മിൽ പരസ്പര പൂരകങ്ങളാണ്. അതായത് ഭയങ്കര രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ട് എന്നാണ്. പക്ഷേ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാകിസ്ഥാൻ ആർമി തന്നെയാണ്. അപ്പോൾ അവന്മാരെ സൈനിക തലവന്മാരെ തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തീവ്രവാദം എന്നേക്കുമായി അവരുടെ തീവ്രവാദത്തിൻ്റെ അടിവേര് അറക്കാൻ പറ്റും എന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തിനാലും നമുക്ക് കാത്തിരിക്കാം. അത്തരത്തിലുള്ള ഓപ്പറേഷൻ വഴി ഇവന്മാരെ ഈ തീവ്രവാദം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം. നമുക്കൊരു ഒരു ടെമ്പററി സൊല്യൂഷൻ അല്ല, ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ് വേണ്ടത്. അത് തന്നെയാണ് ഇന്ത്യൻ സർക്കാരും നോക്കുന്നത്. ഇനി ഒരു കാലത്ത് ഇവന്മാർ തലവെക്കാൻ പാടില്ല. ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ, ആ സൊല്യൂഷൻ ഈ പാകിസ്ഥാൻ സൈനിക മേധാവികളെ തീർത്തു കഴിഞ്ഞാൽ നടക്കും. അപ്പോൾ ഇസ്രായേൽ അത് തെളിയിച്ചു കഴിഞ്ഞു. അതേ തന്ത്രം തന്നെയാണ് ഇന്ത്യയും പറ്റാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം, അത്തരത്തിലുള്ള ഓപ്പറേഷനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.